ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന സമാപനത്തിലേക്ക്. നാളെ ലക്ഷദീപാർച്ചനയോടെ മഹായജ്ഞം പര്യവസാനിക്കും. കോടിയർച്ചന സമാപന ദിവസങ്ങളിലേക്ക് കടന്നതോടെ ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജനപ്രവാഹമാണ്. ക്ഷേത്രത്തിൽ നിന്ന് എസ് നന്ദഗോപൻ തത്സമയം ചേരുന്നുണ്ട്. നന്ദഗോപൻ, വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. വിവരങ്ങൾ. ഇക്കഴിഞ്ഞ 6-നാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആരംഭിച്ചത്. അതും ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രഭവ കേന്ദ്രമായ അല്ലെങ്കിൽ ആ വിഷ്ണു സഹസ്രനാമം ഉത്ഭവിച്ച കുരുക്ഷേത്ര ഭൂമിയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും ജ്യോതി ഈ യജ്ഞശാലയിലേക്ക് എത്തിച്ചാണ് ഈ അർച്ചന ആരംഭിച്ചത്. ശേഷം നാളെ 27 നക്ഷത്രങ്ങളിലും അർച്ചന കഴിഞ്ഞിരുന്നു. നാളെ ഇതിപ്പോൾ ഇതിന്റെ സമാപനത്തിലേക്ക് കിടക്കുകയാണ്. നാളെ വൈകിട്ട് ലക്ഷദീപാർച്ചനയോടെയാണ് ഈ മഹായജ്ഞം സമാപിക്കുക. ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ചടങ്ങുകളെ പറ്റി ക്ഷേത്ര ഭാരവാഹികൾ തന്നെ വിശദീകരിക്കും. ഈ ക്ഷേത്രത്തിലെ 27 ദിവസം അർച്ചന നടന്നിരുന്നു. നാളെ ഇതിന്റെ സമാപനമാണ്. നാളെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടി? നാളെ 2 ഉരു ചൊല്ലും. അതിനുശേഷം നമ്മുടെ ഗായത്രി ഹോമം ചെയ്യും. അത് കഴിഞ്ഞിട്ട് കലശം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കഴിയാണ്. ഏകദേശം 4 ലക്ഷത്തിൽ ആൾക്കാർ കഴിഞ്ഞു. ഇതുവരെ 4 ലക്ഷത്തോളം ആൾക്കാർ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്രം? ഇപ്പൊ ഒന്നും പറയാൻ നമുക്ക് പറ്റും. നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ മടങ്ങ് ആൾക്കാർ നമ്മളിവിടെ വന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ ഉണ്ടാവുന്നു. ജനം TV മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തതോടുകൂടി കുറച്ചുകൂടി ഭക്തജനങ്ങൾ. നമ്മൾ ജനം TVക്ക് എന്നും നന്ദിയുള്ളവരായിരിക്കും. ജനം TV ഉള്ളതുകൊണ്ടാണ് ഇത്രയും വ്യൂവേഴ്സ് നമുക്ക് വന്നതും. സൗത്ത് ഇന്ത്യൻ മാത്രമല്ല, ഡൽഹി NCRലെ എല്ലാ നോർത്ത് ഇന്ത്യൻസും ഇതിന് പങ്കെടുക്കാൻ പറ്റി. വളരെ നന്ദി ജനം TVയോട് നമ്മൾ അതാണ്. നാളെ ലക്ഷദീപാർച്ചനയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുക. കേരളത്തിൽ നിന്നും വൈദിക ശ്രേഷ്ഠരെത്തിയാണ് ഈ അർച്ചന കർമ്മങ്ങൾ നിർവഹിക്കുക. കൂടാതെ ഈ ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് ദിനംപ്രതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ദൃശ്യങ്ങളിൽ കാണാം. ഇതേപോലെ അകത്ത് വൈദിക ശ്രേഷ്ഠർ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സമാനമായി ഇവിടെ പുറത്ത് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ് ഭക്തർ. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഈ ദിവസങ്ങളൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഡൽഹി NCRന്റെ മാത്രമല്ല, ഈ പഞ്ചാബ്, അതേപോലെ തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി മലയാളികൾ ഇത് കേട്ടും കണ്ടറിഞ്ഞും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. ആദ്യമായാണ് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്കൊക്കെ വളരെ ഒരു ആകാംക്ഷയോടുകൂടിയായിരുന്നു അവർ ഈ യജ്ഞത്തെ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും. ഒപ്പം തന്നെ നാളെ നടക്കുന്ന ലക്ഷദീപാർച്ചനയിലേക്ക് ഇതിനോടകം തന്നെ നിരവധി ഭക്തർ പേരുകൾ രജിസ്റ്റർ ചെയ്തും അവരുടെ ദീപങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുവാനുള്ള അവസരം ക്ഷേത്രത്തിലുണ്ട്. അത്തരം അവസരങ്ങൾ അവർ ഭക്തജനങ്ങൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. നാളെ ഈ ക്ഷേത്ര പരിസരം ആകെ തന്നെ ദീപാലങ്കൃതമാകും, ദീപങ്ങൾ കൊണ്ട് നിറയുമെന്നുള്ളതാണ്. ഏതായാലും വലിയ ഭക്തജനക്ക് തിരക്ക്, വലിയ ഭക്തജന പ്രവാഹം ഇപ്പോഴും ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയതാണ്. ശരി നന്ദൻ, ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന സമാപനത്തിലേക്ക് കടക്കുകയാണ്.